നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആരി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബ്ലൗസ് പീസിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് 1 മീറ്റർ ബ്ലൗസ് പീസ് എടുക്കുക. നിങ്ങളെ മെഷർമെൻറ്റ് നോക്കിയിട്ട് പീസ് എടുക്കുക. അതിനെ രണ്ടായി മടക്കുക. രണ്ടായി മടക്കുക എന്ന് വെച്ചാൽ ഒരു സ്ലീവ് ഒരു ഭാഗം, അടുത്ത സ്ലീവ് ഒരു ഭാഗം. അതുകൊണ്ടാണ് ഞാൻ രണ്ടായി മടക്കുന്നത്. ഇതിൽ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് വിട്ടിട്ട് ഒരു വീതിയിലൊരു വര വരയുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ആരി കോട്ടിൽ വെക്കുമ്പോഴും അതേപോലെ തന്നെ 18 ഇഞ്ച് ഫ്രെയിമിൽ വെക്കുമ്പോഴും നമുക്ക് ക്ലോത്ത് ജോയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ട് കെട്ടണം. അപ്പോൾ അതിനാണ് ഈ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് വിടുന്നത്. ഞാൻ ആ വരയുടെ ഹാഫ് കാണുക. നമ്മളിപ്പം വരഞ്ഞു വെച്ച ആ വരയുടെ ഹാഫ് കണ്ടിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുക്കുക. ആ ഹാഫിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അളവ് ബ്ലൗസ് എടുത്തിട്ട് അതിലെ സ്ലീവ് എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ആ സ്ലീവ് എടുത്ത് ഒരു ഭാഗത്ത് വെക്കുക. അപ്പം നമുക്ക് 3 മെഷർമെൻറ്റ് കിട്ടും, 3 പോയിന്റുകൾ കിട്ടും. ഒരു ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന പോയിന്റ്, ഹാമോള്, പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ വീതി കിട്ടും. ഒരു ഭാഗം മാത്രമേ കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഭാഗം നമ്മൾ അതേപോലെ തന്നെ ചെയ്യുക. സ്ലീവിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. അതേപോലെ തന്നെ ചെയ്യാം. അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലും ഒരു 3 പോയിന്റ് കിട്ടും. അപ്പോൾ ആ പോയിന്റ് സ്കെയിൽ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യേണ്ട അളവ് കിട്ടി. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ ചെയ്യുക. അതിൽ കൂടാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് പിന്നെയുള്ള ഭാഗങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ കൂടാൻ പാടില്ല. ഇത് കറക്റ്റാണ്. ഇതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. കറക്റ്റ് നമ്മളെ മെഷർമെൻറ്റ് കിട്ടും. ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് അതിൽ കൂടാൻ പാടില്ല. കാരണം നമ്മൾ ബീഡ്സിന് നല്ല രീതിയിൽ ഡാമേജ് വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇളകാനും സാധ്യത കൂടുതലാണ്. പിന്നെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് അടുത്ത സ്ലീവാണ്. അപ്പോൾ അതിൽ നമ്മൾ കാർബൺ പേപ്പർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ അതിൽ യൂസ് ആക്കുക. ബാക്കിലത്തെ സൈഡിൽ അടുത്ത സ്ലീവ് ഇതേപോലെ മെഷർമെൻറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഓൾറെഡി ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ബ്ലൗസിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാൻഡ് വർക്ക് ചെയ്തൊരു ബ്ലൗസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ബ്ലൗസിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നതും ചെയ്തൊരു മെത്തേഡെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ബൈ.